വളരെ സിമ്പിളായി ഏറ്റവും കുറവ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മീൻ മുളകിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കറി വെക്കാനായി ആദ്യം തന്നെ ചട്ടി ചൂടാക്കി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ഉലുവ, കറിവേപ്പില എന്നിവയും ചേർത്ത് വഴറ്റിയ ശേഷം അല്പം സവാളയും കൂടെ ചേർത്ത് വീണ്ടും വഴറ്റുക. ഇതിനോടൊപ്പം വേവാൻ ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉള്ളി ഒരൽപ്പം വാടിയതിനു ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോയതിനു ശേഷം പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം മല്ലിപ്പൊടി എന്നിവയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടികൾ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തീ കുറച്ചു വെക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പൊടികളെല്ലാം ഒരു 30 സെക്കൻഡ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഒരു 3 കഷ്ണം കുടംപുളി നേരത്തെ നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തോട് കൂടെ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് തിളപ്പിച്ചെടുക്കാം. കറി നല്ലവണ്ണം തിളച്ചു കഴിയുമ്പോൾ നമുക്ക് മീനുകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീൻ ചേർത്തതിനു ശേഷം പിന്നീട് തവി ഉപയോഗിച്ച് കറി ഇളക്കാൻ പാടില്ല, മീൻ ഉടഞ്ഞു പോകും. മീൻ ആവശ്യത്തിന് വെന്ത് കഴിയുമ്പോൾ അല്പം പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം വാങ്ങി വെക്കാം. മീൻകറി എപ്പോഴും ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് 5-6 മണിക്കൂർ വെച്ചതിന് ശേഷം കഴിക്കുന്നതാണ്. മിനിമം 1 മണിക്കൂറെങ്കിലും ഉപ്പും പുളിയും എരിവുമെല്ലാം ബാലൻസ് ആവാൻ വേണ്ടി വെക്കേണ്ടതാണ്.